കീരിക്കാടൻ ജോസ് അഥവാ മോഹൻരാജ് അന്തരിച്ചു. പാർക്കിൻസൺസ് രോഗം ബാധിച്ച അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 1989 ഇറങ്ങിയ കിരീടം മുതൽ ധാരാളം മലയാള, തമിഴ്, തെലുങ്ക് ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച സിനിമകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. ഏകദേശം 400ഓളം ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു നടൻ എന്നതിലുപരി അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന തസ്തികയിൽ സേവനമനുഷ്ഠിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. കിരീടം ചലച്ചിത്രത്തിലെ കരുത്തുറ്റ കഥാപാത്രമായ കീരിക്കാടൻ ജോസിന് വേണ്ടിയുള്ള ഒരു പുതിയ നടന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പലരെയും അന്വേഷിച്ച് ഓഡിഷൻ നടത്തി കിട്ടാതെ വന്നപ്പോൾ സിബി മലയിലിന്റെ മുന്നിൽ യാദൃശ്ചികമായി വന്ന ആളാണ് മോഹൻരാജ്. കണ്ട മാത്രയിൽ തന്നെ സിബി തൊട്ടടുത്തുള്ള ലോഹിതദാസിന്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, ഇതാ കീരിക്കാടൻ ജോസ് എൻ്റെ മുറിയിലിരിപ്പുണ്ട്. അതേ തുടർന്ന് അദ്ദേഹം എത്രയോ കരുത്തുറ്റ കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. അഭിനയ പാഠവും അതുപോലെ തന്നെ ഒരു കരുത്തുറ്റ രൂപഭംഗിയും അദ്ദേഹത്തിന് പുതിയ മാനങ്ങൾ നൽകിയ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ സാധിച്ചു. ആറാം തമ്പുരാനിലെ ചെങ്കളം മാധവനായിക്കോട്ടെ, നരസിംഹത്തിലെ ഭാസ്കരനായിക്കോട്ടെ, കനൽക്കാറ്റിലെ കരീമിക്കായിക്കോട്ടെ, ഏത് വേഷം ചെയ്താലും അദ്ദേഹം ആ വേഷത്തോടെ 100% നീതി പുലർത്തിയിരുന്നു. കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്യുന്നത് അഭിനയസിദ്ധിയുടെ മഹാനുഗ്രഹം ലഭിച്ച കലാകാരന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണെന്നും സേതുവിന്റെ എതിരാളിയായി ക്യാമറയ്ക്ക് മുന്നിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നലകളെ പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു എന്നും വ്യക്തിജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തിന് കണ്ണീരോടെ വിട എന്ന് ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ മോഹൻരാജിനെ അനുസ്മരിച്ചുകൊണ്ട് കുറിച്ചു. മലയാളികളുടെ ഓർമ്മയിൽ എന്നും മോഹൻരാജ് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നു.